ഈ ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പുള്ള ഈ കാലാവസ്ഥയിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് പാലക്കാട് ജില്ലയിൽ മലനിരകളാൽ നിറഞ്ഞപ്പെട്ട ഒരു നെല്ലിയാമ്പതി മലനിരകൾ. അപ്പോൾ പോകാനുള്ള ആ റൂട്ടൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഒറ്റപ്പാലം വഴി നമുക്ക് നേരെ നെന്മാറ വഴി നെല്ലിയാമ്പതിയിലോട്ട് എത്തിച്ചേരാം. പാലക്കാട് മണ്ണാർക്കാട് ആ റൂട്ടിൽ നമുക്ക് നെല്ലിയാമ്പതിയിലോട്ട് സുഖമായിട്ട് എത്തിച്ചേരാം. മലപ്പുറം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പട്ടാമ്പി ഒറ്റപ്പാലം വഴി നേരെ നെന്മാറ നെല്ലിയാമ്പതി ആ ലൊക്കേഷനാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് സീനിയറൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ, പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു മലയാള തനിമയും വയലുകളും മലകളും എവിടെ നോക്കിയാലും ഭയങ്കര ഫോട്ടോജനിക്കായിട്ടുള്ള ലൊക്കേഷൻസാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ യാത്ര ചെയ്ത് വീക്കെൻഡ്സിലൊന്നും അല്ലാത്തതുകൊണ്ട് ഒരുപാട് റോട്ടിൽ ഭയങ്കര ക്രൗഡൊന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ പോലും ഒരുപാട് ഫാമിലീസ് യാത്ര ചെയ്യുന്നതായിട്ട് കണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ വർക്കും മാറ്റി വെച്ച് ഭയങ്കര ചിൽ മൂഡിൽ പോകുന്നതായിട്ട് കണ്ട്. അപ്പോൾ നെല്ലിയാമ്പതി പോകുന്നവരെ ഫസ്റ്റ് ലൊക്കേഷനാവും പോത്തുണ്ടി ഡാം എന്ന് പറഞ്ഞിട്ടുള്ളത്. 15 രൂപയും കൊടുത്ത് നമുക്ക് ഉള്ളിലോട്ട് കയറിയാൽ ഒരുപാട് നടക്കാനുണ്ടാവും. നല്ല ചുട്ട വെയിലത്തൊന്നും പോയിരുന്ന് കാണാനും നിൽക്കേണ്ട, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലം ലൊക്കേഷൻ തന്നെയാണ് പോത്തുണ്ടി ഡാം. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ചെക്ക് പോസ്റ്റൊക്കെ വിട്ട് അവിടെ ചെക്ക് പോയിൻറ്റിൽ നമ്മുടെ വണ്ടി നമ്പറും കൊടുത്ത് നമുക്കൊരു ടൈം ഉണ്ടാവും. 5 മണിക്ക് ഉള്ളിൽ അവിടെ നിന്ന് റിട്ടേൺ വരണം എന്നുള്ള ഒരു നിബന്ധനയൊക്കെ വെച്ച് നമ്മൾ ചുരം കയറാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഇത്താടെ ഒരു ഷോപ്പാണ്, ചെറിയ ഷോപ്പും നല്ല സ്നേഹമുള്ളൊരു ഇത്തയൊക്കെ കണ്ട് അവിടുന്ന് നല്ല ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ചുരം കയറി. ആ ഒരു തണുപ്പും ഒരു ചെറിയ തണുപ്പൊക്കെ കാടിനുള്ളിലൂടെ പോകുമ്പോൾ കിട്ടുന്നുണ്ട്. ആ തണുപ്പും ആസ്വദിച്ച് ഞങ്ങളെ പയ്യെ പാട്ടും പാടി ആടിപ്പാടി മുകളിലോട്ടിങ്ങനെ പോകും തോറും ഓരോ കാഴ്ചകളും ഞങ്ങൾ മാടി മാടി വിളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭയങ്കര സീനറിക്കായിട്ടുള്ള ഒരുപാട് കിളികളെ ശബ്ദവും ഒരുപാട് സൗണ്ട് പൊല്യൂഷനൊന്നും ഇല്ലാത്തൊരു ലൊക്കേഷൻ തന്നെയാണ് നെല്ലിയാമ്പതി. അത് ഞങ്ങൾ പോയ ടൈമിൻ്റെ പ്രത്യേകതയാണോന്നൊന്നും അറിയില്ല. പിന്നെ ചുരമൊക്കെ കയറി മേലെ എത്തിയപ്പോൾ ഫുൾ തേയിലത്തോട്ടങ്ങളും ഭയങ്കര കിടിലം ക്ലൈമറ്റൊക്കെ ആയിട്ട് നല്ല ചൂട് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത് ഒരുപാട് ടൗണും ഫുഡ് കിട്ടുന്ന ലൊക്കേഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു ഹോട്ടലാണ് നമുക്ക് അവിടെ മെയിനായിട്ട് ഞാൻ കണ്ടത്. അടിപൊളി കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു ഫുഡൊക്കെ കിട്ടുന്നൊരു ഹോട്ടലുണ്ട്. അത് മാത്രമേ ഇപ്പോൾ അവിടെ ഒരു ഫുഡ് പോയിൻ്റായിട്ട് ഞാൻ കണ്ടുള്ളൂ. നമുക്ക് ഓരോ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഓരോ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്തോറും ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് തേയിലത്തോട്ടങ്ങളും ഫാക്ടറികളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല വ്യൂസൊക്കെ ഉള്ള ലൊക്കേഷൻസിലൂടെ ഇങ്ങനെ ആടിപ്പാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റാണ്. സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതിയിൽ തന്നെ ഒരു ഐക്കോണിക് ഒരു ലൊക്കേഷനാണ്. ഒരു നെല്ലിമരമൊക്കെ ആയിട്ടുള്ള ആ ഒരു ചിത്രം കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ നെല്ലിയാമ്പതി ടൗണിൽ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. അവർ ചില ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പോൾ 1600 മറ്റോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ്. ഡിപ്പെൻസ് ഓൺ സീസണിൽ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ റേറ്റൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 6 പേർക്കുള്ള റേറ്റാണ്. അതൊരു മസ്റ്റ് ട്രൈ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈക്കിൽ പോകുമ്പോൾ തന്നെ നല്ല കോടയൊക്കെ ആയിട്ട് ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കോടയൊക്കെ ഇങ്ങനെ പൊതഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച തന്നെയാണ്. നമ്മൾ എത്തുന്നത് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. നെല്ലിയാമ്പതി ചുരം കയറി നമ്മൾ ഫസ്റ്റ് പോയത് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലോട്ടാണ്. നെല്ലിയാമ്പതിയിൽ തന്നെ ഒരു ഐക്കോണിക് വ്യൂ പോയിൻ്റാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. അപ്പോൾ നെല്ലിയാമ്പതി ടൗണിൽ നിന്നും ഒരു 6 കിലോമീറ്റർ മാത്രമാണ് ഈ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലോട്ട്. ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ആ ചെക്ക് പോയിൻറ്റിൽ നമ്മുടെ പേരും വണ്ടി നമ്പറും കൊടുത്ത് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇതൊരു പ്ലാന്റേഷനും കൂടിയാണ്. തേയിലയും കാപ്പിയൊക്കെ ആയിട്ടുള്ള ഒരു കിടിലം പ്ലാന്റേഷനാണ്. ഉള്ളിൽ ഭയങ്കര തണുപ്പും ഇരുട്ടൊക്കെ ആയിട്ടുള്ള ഒരു കിടിലം അറ്റ്മോസ്ഫിയറാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു തേയിലയുടെ സ്മെല്ലും കാപ്പിയുടെ സ്മെല്ലൊക്കെ ആയിട്ട് നമുക്ക് നല്ല സന്തോഷത്തോടെ വണ്ടി ഓടിച്ച് ഉള്ളിലോട്ട് പോകാം. അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. ഒരു ജാതി ലൊക്കേഷൻ തന്നെയാണ് സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്. കുറച്ച് നേരം ഇരുന്ന് ആ കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയാണ്. പിന്നെ നെല്ലിയാമ്പതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലൊക്കേഷനാണ് കേശവം പാറ. ഒരു പാറയുടെ മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ റിസർവെയറൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. കുറേ മലകൾ ചേർന്നിട്ടുള്ള ഒരു കിടിലം മൗണ്ടൻ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ ഇവിടെ ടിക്കറ്റ് ചാർജായിട്ട് പെർ ഹെഡ് 15 രൂപ.